കുറഞ്ഞ ചിലവിൽ കൂടുതൽ ചോക്ലേറ്റ് വീട്ടിൽ തയ്യാറാക്കാം. അതും നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാറ്റി പല ടേസ്റ്റിലായിട്ട് തയ്യാറാക്കാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഈ ഒരു ചോക്ലേറ്റ് നമുക്ക് എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് ഞാൻ ആമിക്ക് വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയൊരു ഡ്രസ്സാണ്. 150 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷേങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്കറിയാമല്ലോ സ്കൂളിലേക്ക് ഇപ്പോൾ റെഡ് യെല്ലോ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡ്രസ്സുകളൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അധികം റേറ്റും ഇല്ല, പക്ഷേ കാണാനും സൂപ്പറായിട്ടുള്ളതാണ്. നമ്മൾ കടയിൽ പോയാൽ എന്തായാലും ഒരു 150-200 രൂപക്കൊന്നും ഇതുപോലത്തെ ഡ്രസ്സൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. പിന്നെ നമ്മൾ മീഷോയിൽ ഡയറക്റ്റ് പോയി നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ കാണാം. പക്ഷെ അതൊക്കെ എത്രത്തോളം നല്ലതാണ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സിൻ്റെ അതേ ലിങ്ക് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ സെയിം സാധനം തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് പൊട്ടുകടല എടുക്കാം. ഒട്ടുമിക്ക എല്ലാ കടകളിലും കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തത് കാരക്കയാണ്. ഡേറ്റ്സ് കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതാണ്. പിന്നെ അതിലേക്ക് പീനട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് നിലക്കടല തൊലി കളഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നമുക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണിലധികം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയിൽ അടിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കൈവച്ചിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാവുന്നതുമാണ്. ഞാൻ ഇതുപോലെ ഒരു ട്രേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇതുപോലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ചതിന് ശേഷമാണ് 1/2 കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് മധുരത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുക്കിയ ബട്ടറാണ്. അത് 1 കപ്പ് തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ പാൽപ്പൊടി എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ ബട്ടറും ഉരുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതുകൊണ്ടാണ് പാൽപ്പൊടി കൂടുതലായിട്ട് ചേർക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടതെങ്കിൽ പാൽപ്പൊടി സ്കിപ്പ് ചെയ്യാം. പിന്നെ അതുപോലെ കൊക്കോ പൗഡറിൻ്റെ അളവും കൂട്ടുകയും ചെയ്യാം. മിൽക്ക് ചോക്ലേറ്റ് ആണ് തയ്യാറാക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും പാൽപ്പൊടിയും അതുപോലെ എടുക്കുന്ന ബട്ടറിൻ്റെ അളവും ഒരേതാവണം. അതേസമയം കൊക്കോ പൗഡർ വളരെ കുറച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ 1 കപ്പ് പാൽപ്പൊടിക്ക് 1 കപ്പ് തന്നെ ബട്ടർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് മാത്രമാണ് കൊക്കോ പൗഡർ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് അടിച്ച് ഇത് ഹീറ്റാക്കരുത്. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയാവും. ഈ കട്ട പോലെ കിടക്കുന്നതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായതുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനി ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ തന്നെ വെക്കുക. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. ഇനി നമുക്ക് കടകളിൽ കിട്ടുന്ന അതേ ടൈപ്പിലൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുരു ഇല്ലാത്ത ഇതുപോലത്തെ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ബദാമും എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയാക്കിയിട്ടുള്ള മോൾഡിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ബദാമും 1 മുന്തിരി എന്നുള്ള കണക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഇത് ഓരോന്നിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുക്കാം. ഇനി മറ്റൊരു ഐറ്റം കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കിപ്പോൾ മോൾഡൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയതാണ്. ഇതുപോലെ ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പോലെ തന്നെ സെയിം ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് പീനട്ട്സ്, അതായത് നിലക്കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതാ അടുത്തൊരു ഐറ്റവും റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഫ്രീസറിൽ ഇങ്ങനെ തന്നെ വെച്ചേക്കുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുക്കാം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ കുറച്ച് നട്ട്സ് പൊടിച്ചിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. അതും ഇനി ഫ്രീസറിൽ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതാ എല്ലാം കൂടി പുറത്തെടുത്തതാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽ ഡയറി മിൽക്കും അതുപോലെ മിൽക്കി ബാറും കേട്ട് വളർന്നവരാണ് അല്ലേ. അപ്പോൾ ഡയറി മിൽക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി മിൽക്കി ബാർ ഉണ്ടാക്കാനാണെങ്കിൽ ഇതുപോലെ തന്നെയാണ്, സിമ്പിളാണ്. അതായത് നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നില്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. പാൽപ്പൊടിയും അതുപോലെ ബട്ടർ, പിന്നെന്താ പഞ്ചസാര പൊടിച്ചത്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ ബട്ടറല്ല ചേർക്കുക, അതിൽ നമ്മൾ കൊക്കോ ബട്ടറാണ് ചേർക്കുക. അത് കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ്. അത് എല്ലാ ഷോപ്പുകളിലൊന്നും അങ്ങനെ കിട്ടാനും ചാൻസ് കുറവാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബട്ടർ എന്ന് പറയുന്നത് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനൊരു ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.